കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ഇത്രയധികം തുക ഒരു സംസ്ഥാന സർക്കാർ പശ്ചാത്തല വികസനത്തിൽ നൽകിയ കാലമില്ല. പ്രചരണത്തിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി പോലും പറ്റാത്ത നിലയിൽ പപ്പടം പൊടിക്കുന്നത് പോലെ ആ കുപ്രചരണങ്ങളെ പൊടിക്കാനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട്. കോഴിക്കോട് നഗരത്തിന് എല്ലാ നിലയിലും വലിയ പ്രാധാന്യമാണ് സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2016-2021 കാലഘട്ടത്തിൽ ഒട്ടനവധി പദ്ധതികൾ കോഴിക്കോട് സംസ്ഥാന സർക്കാർ ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യത്തിൽ നടപ്പിലാക്കി. ഇപ്പോഴും ഒട്ടേറെ പദ്ധതികൾ കോഴിക്കോട് നഗരത്തിലും പ്രത്യേക ശ്രദ്ധ ആകർഷിച്ച് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുക. ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം കോഴിക്കോടിന്റെ ഏറ്റവും വലിയ സാധ്യത, ഞാൻ പശ്ചാത്തല വികസന മേഖല മാത്രമേ പറയുന്നു, മനസ്സിലാക്കിക്കൊണ്ട് ചരക്ക് ഗതാഗതമാണ് നമ്മുടെ ഗതാഗത കുരുക്കിന്റെ പ്രധാന പ്രശ്നം. റോഡുകൾ തകരാറാകുന്നതിൻ്റെയും ചില റോഡുകൾ തകരാറാകുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം കനമുള്ള വണ്ടി റോഡുകളിലൂടെ പോകുന്നില്ല. എന്നാൽ ചരക്ക് ഗതാഗതത്തെയും ടൂറിസത്തിന്റെ അനന്ത സാധ്യതയും ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഒരു പുതിയ പാത, അത് ജലഗതാഗത പാത. ഈ കാഴ്ചപ്പാട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുകയും കോവളം മുതൽ ബേക്കൽ വരെ ജലഗതാഗത പാത എന്ന പദ്ധതി നടപ്പിലാക്കാൻ നിശ്ചയിക്കുകയും ചെയ്തു. അതിന്റെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു പദ്ധതി എന്ന് പറഞ്ഞാൽ ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ പദ്ധതി നടപ്പിലാക്കും. അതിലൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. കോഴിക്കോട് നഗരത്തിന്റെ പ്രത്യേകത, മനോഹരമായ കനോലി കനാൽ നഗര ഹൃദയത്തിലൂടെ പോകുന്നു. ജലഗതാഗത പാതയുടെ ഭാഗം കൂടിയാണ്. പാരീസ് നഗരത്തിൽ പോയവർക്കറിയാം, നഗര ഹൃദയത്തിലൂടെ ഒരു കനാൽ പോകുന്നുണ്ട്. അതിലൂടെ ചരക്ക് ഗതാഗതമുണ്ട്, ടൂറിസ്റ്റുകൾക്ക് സഞ്ചരിക്കാം, നഗരത്തിന്റെ തിരക്കൊഴിവാക്കാൻ വേണ്ടി ആളുകൾക്ക് പോകാം. ഇതിന് സാധ്യതയുള്ളൊരു നഗരമാണ് കോഴിക്കോട്. ഇപ്പൊ കോഴിക്കോട് ജോലി ചെയ്യാൻ രാവിലെ വരുന്നവർ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വരുന്നവർക്ക് രാവിലെ വാഹനത്തിൽ വരുന്നതിനേക്കാൾ എളുപ്പം കനാലി കനാൽ വികസിച്ച് കനാലി കനാലിലൂടെ ഒരു യാത്ര പോയാൽ നമുക്ക് ഇടവിട്ട് സ്റ്റേഷനുകൾ കൊടുത്താൽ പെട്ടെന്ന് കോഴിക്കോട് നഗരത്തിലൂടെ സഞ്ചരിക്കാനാണ്. അതൊരു നല്ലൊരു ട്രാൻസ്പോർട്ടേഷൻ കൂടിയാണ്. വരുന്ന ടൂറിസ്റ്റുകൾക്കും കനോലി കനാൽ കോഴിക്കോട് നഗരത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിന്റെ ഭാഗമായിട്ടുള്ള സൗകര്യവും ഇതിലൂടെ പറ്റും. ഇത് ദീർഘകാലമായി നമ്മൾ ചർച്ച ചെയ്യുന്നതാണ്. സംസ്ഥാന സർക്കാർ കോഴിക്കോട് നഗരത്തിലെ കനോലി കനാലിന്റെ നവീകരണത്തിന് വേണ്ടി 1118 കോടി രൂപ ചെലവഴിക്കാൻ തീരുമാനിച്ച വിവരം ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഇനി പദ്ധതി നടപ്പിലാക്കിയാൽ മതി. അതിന്റെ പഠനം നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ മറ്റു കാര്യങ്ങൾ നടന്നു, ഫണ്ട് അതിനു വേണ്ടി അനുവദിച്ചിട്ടുണ്ട്. എന്നിട്ട് ചിലർക്ക് സംശയമുണ്ട് ഇതൊക്കെ നടക്കും, ഇതൊക്കെ എന്തായാലും നടക്കും. അതിൽ സംശയമുള്ളവർ, സംശയത്തിന്റെ ഒരു പ്രശ്നം വരുന്നില്ല. ഉറങ്ങുന്നവരെ എഴുന്നേൽപ്പിക്കുക, ഉറക്കം നടിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാൻ പറ്റില്ല. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ഫണ്ട് അനുവദിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ആർക്കും ഒരു സംശയം വേണ്ട, കനാൽ സിറ്റി കോഴിക്കോട് നടപ്പിലാക്കിയിരിക്കും. പിന്നെ വന്ന കുറെ പദ്ധതികളുണ്ട്. ഞാൻ സാധാരണ ഇത് പറയാറില്ല, പക്ഷെ ഇവിടെ നിന്ന് പറയണമെന്ന് ആഗ്രഹിക്കും. 2016-21 സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതിയുടെ ഭാഗമായി കുറെ റോഡുകൾ അനുവദിച്ചു. നഗരത്തിന്റെ പല നിലയിലുമുള്ള മുഖച്ഛായ മാറാൻ അത് സഹായകരമാണ്. ഇപ്പോൾ ഫണ്ട് അനുവദിച്ച കുറേ റോഡുകളുണ്ട്. ഇത് ഇവിടെ പറഞ്ഞു പോകണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഇത് നിങ്ങളൊന്ന് അറിഞ്ഞാൽ നിങ്ങളൊരു 100 ആളോട് പറയും, ആ പറഞ്ഞ 100 ആൾ ഒരു 100 ആളോട് പറയും. അങ്ങനെ എല്ലാവരും ഇത് അറിയും. ചിലത് തുറന്നു പറഞ്ഞു പോകുന്നതാണ് നല്ലത്. അനുവദിച്ച റോഡും അതിൻ്റെ ഫണ്ടും ഞാനിവിടെ ഇത് വായിക്കാം. അതുകൊണ്ട് ഇതൊക്കെ നടപ്പിലാവും എന്ന് നിങ്ങൾ ഉറപ്പിച്ചു. മാണിക്കടവ് തണ്ണീർപ്പന്തൽ റോഡ് 15 കോടി 20 ലക്ഷം രൂപ അനുവദിച്ചു. ഇത് നവീകരിക്കാനാണ്. ആ ഭാഗത്ത് ഉള്ളവരിവിടെ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് കയ്യടി കേട്ടാൽ അറിയാം. ചില അടി അവിടെ നിന്നും വരുന്നുണ്ട്, ചില വരുന്നുണ്ട്. ഞാനിത് മൊത്തത്തിലാണ് പറയുന്നത്, ഒരു പ്രാദേശിക വികാരമായിട്ട്. അരയെടുത്ത് പാലത്തിൽ നിന്നും അഴകൊടി ക്ഷേത്രത്തിന്റെ ഭാഗമായിട്ടുള്ള റോഡ് അത് നവീകരിച്ച് വീതി കൂട്ടാൻ 6 കോടി 94 ലക്ഷം രൂപ അനുവദിച്ചു. കോതിപ്പാലം ചക്കുംകടവ് പന്ന്യങ്കര 9 കോടി 11 ലക്ഷം. പെരിങ്ങളം ജംഗ്ഷൻ റോഡ് 8 കോടി 55 ലക്ഷം. മൂഴിക്കൽ കാളാണ്ടിത്താഴം റോഡ് 13 കോടി 8 ലക്ഷം. പനാത്തുതാഴം ഫ്ലൈ ഓവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജാഫർ ഖാൻ കോളനി എന്നുള്ള റോഡ് വന്ന് നേരെ കനോലി കനാലിന്റെ മുകളിലൂടെ പോയി കോട്ടൂളി ഇറങ്ങുന്നതാണ് ആ ഫ്ലൈ ഓവർ.
അതായത് എരഞ്ഞിപ്പാലം ബൈപ്പാസ് നമ്മൾ പണ്ട് പറയുന്ന എരഞ്ഞിപ്പാലം ബൈപ്പാസിന് മുകളിൽ കൂടി അങ്ങനെ ഒരു പാലത്തിന് വേണ്ടി 53,69,00,000 രൂപ അനുവദിച്ചു കഴിഞ്ഞു എന്നുള്ളവരെ അറിയിക്കുന്നു. കരിക്കാംകുളം സിവിൽ സ്റ്റേഷൻ റോഡ് 37,45,00,000 രൂപ അനുവദിച്ചു. മാങ്കാവ് പൊക്കുന്ന റോഡ് 94,20,00,000 രൂപ. അവിടെ നിന്നാണ് ഇപ്പോൾ ഈ പരിപാടിയിൽ കുറച്ച് അധികം ആളുകളെന്നാണ് എനിക്ക് തോന്നുന്നത്. രാമനാട്ടുകരയിൽ നിന്നും വട്ടക്കിണർ വരെ 113,10,00,000 രൂപ. കല്ലുത്താങ്കടവിൽ നിന്നും മീൻചന്ത റോഡ് 58,80,00,000 രൂപ. മാനാഞ്ചിറയിൽ നിന്നും പാവങ്ങാട് വരെയുള്ള റോഡ് നമുക്കറിയാലോ. റോഡ് ഇപ്പോൾ ഈ റോഡ് നീന്റൊക്കെ മുന്നിൽ കൂടി എങ്ങനെ പോയിട്ട് നമ്മുടെ CH ഫ്ലൈ ഓവറിന്റെ അടിയിലൂടെ പോകുന്ന പഴയ കണ്ണൂർ റോഡ് 98,22,00,000 രൂപ. പന്നിയങ്കര പന്തീരങ്കാവ് റോഡ്, പന്നിയങ്കര പോലീസ് സ്റ്റേഷന് മുന്നിൽ കൂടി പോയിട്ട് വരുന്ന റോഡാണ്. അത് നല്ലളം വഴി പന്തീരങ്കാവിലേക്കാണ്. 83,94,00,000 രൂപ. ദീർഘകാലത്തെ നഗരവാസികളുടെ പ്രശ്നമാണ് മീൻചന്ത വട്ടക്കിണർ അരീക്കാട് ജംഗ്ഷന്റെ ബ്ലോക്ക്. അത് പരിഹരിക്കാൻ മേൽപ്പാലത്തിന് 170 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. കോഴിക്കോട് നഗരത്തിന്റെ ഭാഗം തന്നെയാണ് ചെറുവണ്ണൂർ മേൽപ്പാലത്തിന് 85 കോടി രൂപ അനുവദിച്ചു. ഇതൊക്കെ ഭൂമി ഏറ്റെടുക്കൽ നടത്തണം. ഇനി ഇതിന്റെ ലിസ്റ്റ് ഉണ്ട്. അതുകൊണ്ട് കോഴിക്കോടിന് സംസ്ഥാന സർക്കാർ ഒന്നും തന്നില്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ഒരു കാലത്തില്ലാത്ത അത്ര കാര്യങ്ങൾ കോഴിക്കോടിന് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ വിത്തിട്ട പദ്ധതിയാണ്, ഇത് മുളക്കാതിരിക്കില്ല എന്നുള്ളത് പ്രത്യേകം ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ആരെങ്കിലും ഈ പ്രചരണം നടത്തിയാൽ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ നന്നായിട്ട് ഇതൊന്ന് പ്രചരിപ്പിക്കണം. സോഷ്യൽ മീഡിയയിൽ ചിലർ നടത്തുന്നുള്ള വിവരം നമുക്കൊക്കെ അറിയാം. നല്ല നിലയിൽ ഇത് പ്രചരിപ്പിക്കണം. കോഴിക്കോടിന്റെ ചരിത്രത്തിൽ ഇത്രയധികം തുക ഒരു സംസ്ഥാന സർക്കാർ പശ്ചാത്തല വികസനത്തിൽ നൽകിയ കാലമില്ല എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഈ പദ്ധതികളൊക്കെ നമുക്ക് നടപ്പിലാക്കണം. 2016 മുതൽ ഈ 2025 വരെ നമ്മുടെ നഗരത്തിന് വലിയ നിലയ്ക്ക് മാറ്റങ്ങൾ കാണാൻ സാധ്യമാകുന്ന നിലയിലേക്ക് LDF സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. ഇതിന്റെ ഗുണഭോക്താക്കൾ കോഴിക്കോട് കോർപ്പറേഷനാണ്. കോഴിക്കോട് കോർപ്പറേഷനാണ് ഇതിന്റെ ഏറ്റവും വലിയ ഗുണം ലഭ്യമാകാൻ വേണ്ടി പോകുന്നത്. ഇനിയും നമുക്ക് ഒത്തൊരുമിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് എല്ലാവർക്കും ഒരു ടീമായി നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാം. ചെയ്ത കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ നിങ്ങൾ ഓരോരുത്തരും ഇടപെടണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു കുപ്രചരണത്തിനും പിടിച്ചു നിൽക്കാൻ വേണ്ടി പോലും പറ്റാത്ത നിലയിൽ പപ്പടം പൊടിക്കുന്നത് പോലെ ആ കുപ്രചരണങ്ങളെ പൊടിക്കാനുള്ള മരുന്ന് നമ്മുടെ കയ്യിലുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് നിർത്തുകയാണ്.